ഒരു മാസം തികയാൻ പോവുകയാണ് അമേരിക്കൻ നിർമ്മിത ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35B കേരളത്തിൽ കുടുങ്ങിക്കിടക്കുവാൻ തുടങ്ങിയിട്ട്. കേരളത്തിൽ അനങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ F-35B കുടുങ്ങിക്കിടക്കവേ അത്ര നല്ല വാർത്തയല്ല അമേരിക്കയിൽ നിന്ന് വരുന്നത്. ഈ യുദ്ധവിമാനത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ഇത് അമേരിക്കയുടെ പ്രതിരോധ കരാറുകളിലടക്കം ബാധിച്ചുവെന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഏകദേശം 1000 കോടി രൂപയാണ് ഒരു F-35Bയുടെ വില വരുന്നത്. ബ്രിട്ടൻ, ഇസ്രായേൽ തുടങ്ങി ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ പുതിയ തലമുറ വിമാനം ഇതുവരെ അമേരിക്ക നൽകിയിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങൾ ഈ വിമാനത്തിനായി ക്യൂ നിൽക്കുന്ന ഘട്ടത്തിലാണ് അപ്രതീക്ഷിത തിരിച്ചടിയായി കേരളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്ധനം കുറവായതിനാലാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത് എന്ന് പറയുന്ന ബ്രിട്ടീഷ് റോയൽ നേവിക്ക് എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ വിമാനത്തിന് തകരാറ് സംഭവിച്ചത് എന്നതിന് കൃത്യമായ മറുപടി ഇതുവരെയും നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഹൈഡ്രോളിക് സിസ്റ്റത്തിനേറ്റ തകരാറെന്നാണ് ഔദ്യോഗികമായി ബ്രിട്ടീഷ് നേവി അറിയിച്ചിട്ടുള്ളത്. ഇതാണ് F-35ന്റെ സൃഷ്ടാക്കളായ അമേരിക്കയ്ക്കും ഈ ആധുനിക യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ഇറക്കിയ ബ്രിട്ടീഷ് നേവിക്കും തിരിച്ചടിയായി മാറിയിരിക്കുന്നു. തമാശകളും മീമുകളും കിംവദന്തികളും മുതൽ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ വരെ F-35B കേരളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട് എന്നാണ് പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ BBC-യും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും കൂടുതൽ ദിവസം വിമാനം കിടന്നാൽ കൂടുതൽ തെറ്റായ വിവരങ്ങൾ പുറത്തുവരുമെന്ന ആശങ്കയും BBC പങ്കുവയ്ക്കുന്നുണ്ട്. വിമാനത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ആദ്യം കരുതിയതിനേക്കാൾ വളരെ ഗുരുതരമായിരിക്കാം എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. ഇതുപോലൊന്ന് സംഭവിക്കുമ്പോൾ എന്ത് നടപടി സ്വീകരിക്കണമെന്നത് സംബന്ധിച്ച് മിക്ക സൈനികർക്കും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കുമെങ്കിലും അതൊന്നും തന്നെ F-35Bയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ശത്രു രാജ്യങ്ങളിൽ വെച്ചാണ് ഇത്തരമൊരു തകരാറ് സംഭവിച്ചിരുന്നതെങ്കിൽ ഈ വിമാനത്തിന്റെ കാര്യത്തിൽ ബ്രിട്ടൻ ഇത്രയും സമയമെടുക്കുമോ എന്ന ചോദ്യം പോലും വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. യുദ്ധസമാന സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് F-35B ഉപയോഗിക്കുക എന്നുള്ള ചോദ്യവും ഒരു വശത്തുണ്ട്. ഈ കാര്യങ്ങളും BBC അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജൂൺ 14-നാണ് F-35 വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തകരാർ പരിഹരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടെ ഭാഗികമായി പൊളിച്ചുമാറ്റി സൈനിക കാർഗോ വിമാനത്തിൽ തിരികെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമം നടക്കുന്നത്. ഇങ്ങനെ പൊളിച്ചുമാറ്റുന്നതും F-35Bയുടെ വിപണി മൂല്യത്തെ സാരമായി ബാധിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. യുദ്ധവിമാനം നിർത്തിയിട്ട സ്ഥലത്ത് തന്നെ നന്നാക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടും എഞ്ചിനീയറിംഗ് തകരാറുകൾ പരിഹരിക്കാൻ കഴിയാത്തതാണ് ഈ 5ാം തലമുറ സ്റ്റെൽത്ത് ജെറ്റിന് വിനയായിരിക്കുന്നത്.